എല്ലാവർക്കും നമസ്കാരം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ 30ാമത് ബാച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിക്കാനെത്തിയ എല്ലാ കുടുംബാംഗങ്ങളെയും ബഹുമാന്യ വ്യക്തികളെയും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും സ്നേഹപൂർവ്വം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ അവരുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പൂരവും തുള്ളലും കഥകളിമേളവും പൂപ്പന്തലും തെയ്യവും പുള്ളൂർ കുടങ്ങളും കൊയ്ത്തും നിലാവും ഉണരുന്ന മലയാള മണ്ണിൽ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഓർമ്മകളൊഴുന്ന തൃശ്ശിവപേരൂർ. പൂരത്തിൻ്റെ കേളികൊട്ടും പുലിക്കളിയുടെ താളങ്ങളും ഈ നാടിൻ്റെ ഗതകാല സ്മരണകൾക്ക് സിന്ദൂരമണിയിക്കുന്നു. തൃശ്ശിവപേരൂരിൻ്റെ ഓരം ചേർന്ന് നിളയിലെ കടത്തു തോണിക്കാരൻ്റെ പാട്ടിൻ്റെ കാതോർത്ത് കലാമണ്ഡലത്തിൻ്റെ കളിവിളക്കിൻ്റെ വെളിച്ചത്തിൽ കലയുടെ ആചാര്യന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിൽ മഹാരഥന്മാർ നടന്നുപോയ കളരികൾക്കരികിൽ വിയ്യൂർ എന്ന ഈ കൊച്ചു ഗ്രാമം. ഇടതൂർന്നു നിൽക്കുന്ന ഹരിതവൃക്ഷങ്ങൾ, ചുറ്റും മാമരങ്ങൾ നിഴൽവിരിക്കുന്ന മയിലുകൾ നൃത്തമാടുന്ന മണ്ണിൽ അരുണൻ സ്വർണ്ണവർണ്ണമാർന്ന കിരണങ്ങൾ വാരി വിതറി പ്രഭാതരഥത്തിൽ സവാരി തുടങ്ങും മുമ്പേ പരേഡിൻ്റെ ചടുല താളങ്ങൾ കേട്ടുണരുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി. കത്തിയെരിയുന്ന വേനൽക്കാലത്തും നേർത്ത മഞ്ഞുതുള്ളികൾ പരവതാനമിരിക്കുന്ന മകരമാസത്തിലും പുഴകളും നദികളും നിറകവിഞ്ഞൊഴുകുന്ന കാലവർഷത്തിലും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന ഇടിമേൽ പിളറുകൾ മണ്ണിൻ്റെ മാറിൽ പെയ്തിറങ്ങുന്ന തുലാവർഷ പേമാരിയിലും പിഴയ്ക്കാത്ത ചുവടുകളും ഇടറാത്ത ഹൃദയങ്ങളും നേടിയെടുക്കുന്ന മഹത്തായ ഗുരുകുലം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി. ഇവിടെ ഈ മംഗളമുഹൂർത്തത്തിൽ ഒരു മഹത്തായ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. മാനവസേവന തപസ്യയുടെ പ്രതിജ്ഞാമന്ത്രങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന ധന്യ നിമിഷം സമാഗതമാവുകയാണ്. കഠിന പരിശീലനത്തോടെ സ്വായത്തമാക്കിയ അഗ്നിശമന രക്ഷാപ്രവർത്തന പാഠങ്ങൾ നൽകുന്ന ആത്മധൈര്യവുമായി നിതാന്ത ജാഗ്രതയോടെ ചിമ്മാത്ത കണ്ണുകളുമായി കേരളീയ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി കേരളത്തിന് നടുകയും കുറുകയും ഇവർ വരുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ 71 പേരടങ്ങുന്ന 30ാമത് ബാച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനുകൾ ഇന്ന് ഈ ഗുരുകുലത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി നിങ്ങൾക്കരികിലേക്ക് വരുന്നു. ദിവസത്തിൻ്റെ 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന സേനാ വിഭാഗത്തിൻ്റെ ഭാഗമാകുന്ന ഈ യുവഹൃദയങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ 5000-ഓളം വരുന്ന സേനാംഗങ്ങൾക്ക് പുറമെ 3000 ഹോംഗാർഡുകളും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പരിശീലനം നൽകിയ 4500 ആപ്താമിത്ര വോളണ്ടിയർമാരും 7000 പരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഉണ്ട്. ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന 71 ട്രെയിനുകളിൽ അടിസ്ഥാന യോഗ്യതയായ +2 പുറമെ 6 ബിരുദാനന്തര ബിരുദധാരികളും 25 ബിരുദധാരികളും 9 ബിടെക് ബിരുദധാരികളും 6 ഡിപ്ലോമക്കാരും IT യോഗ്യതയുള്ള 4 പേരും ഇവരിൽ ഉൾപ്പെടുന്നു. ഇവരിൽ തന്നെ റെസ്ലിംഗ്, ജൂഡോ, വൂഷു യൂണിവേഴ്സിറ്റി ചാമ്പ്യനും റെസ്ലിംഗ് ജൂഡോ സ്റ്റേറ്റ് പ്ലെയറുമായ ശ്രീ മുഹമ്മദ് അസ്ലാം എസ്, സൈക്ലിംഗ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനായ ശ്രീ അതുൽ പ്രസാദ് KJ, റെസ്ലിംഗ് ജൂഡോ യോഗ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായ ശ്രീ നിഖിൽ ജോസഫ്, കബഡി യൂണിവേഴ്സിറ്റി ഇന്റർസോൺ സ്റ്റേറ്റ് ചാമ്പ്യനായ ശ്രീ അഖിൽ രാജസ്, സ്വിമ്മിംഗ് ബാക്ക് സ്ട്രോക്ക് സ്റ്റേറ്റ് ചാമ്പ്യനായ ശ്രീ ബിബിൻ ജോസഫ് എന്നിവരും ഇവരിൽ ഉൾപ്പെടുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഡയറക്ടർ റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ MG രാജേഷ് അവരുടെ നേതൃത്വത്തിൽ ജില്ലാ ഫയർ ഓഫീസർമാരായ സർവശ്രീ റെനി ലൂക്കോസ്, ജോഗി AS, ദിലീപ് SL, സിവിൽ ഡിഫൻസ് അക്കാദമി ജില്ലാ ഫയർ ഓഫീസർ ശ്രീ അരുൺ ഭാസ്കർ എന്നിവരും സ്റ്റേഷൻ ഓഫീസർമാരായ സർവശ്രീ ജഗദീഷ് VP നായർ, K രാധാകൃഷ്ണൻ, രാജേന്ദ്രനാഥ്, ഷിബു MD, ആദർശ് അശോകൻ എന്നിവരും മോട്ടോർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഓഫീസർ ശ്രീ സുരേഷ് CV, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ശ്രീ PG വിൻസെന്റ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ശ്രീ ജതീഷ് KH, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ സർവശ്രീ ബൈജു CP, മോഹനകുമാർ, ബൈജു A, ഹരീഷ് കുമാർ, PB പ്രേംകുമാർ എന്നിവരും ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മെക്കാനിക് ശ്രീ KV ശശീന്ദ്രൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സർവശ്രീ പോൾ ഡേവിഡ്, AM ഹമീദ്, സുനിൽ SV, ഹരീഷ് കുമാർ എന്നിവരും ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെക്കാനിക് ശ്രീ ജോൺ ബ്രിട്ടോ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ സർവശ്രീ രമാകാന്ത് KK, സുധീഷ് തോംസൺ,
പ്രേംജിത്ത് CK, സുനു ജോസ്, ശിവഗണേഷ് SM, ഷിജു D, പ്രവീൺ KP, കിരൺ DV എന്നിവരും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സർവശ്രീ ശ്രീജിത്ത് C, സുജിത് കുമാർ S, ഷിൻഡു ES, അമൽ രാജ് R, നവീൻ KS, അഖിൽ TS, ജിത്ത് MG, ശരത് LS, നജിമോൻ JL, അനസ് S, മഹേഷ്, സുനിൽ ശങ്കർ, രഞ്ജിത്ത് K, പ്രവീൺ T, രാജേഷ് R, റഷീദ് NR, സുജിൻ M, രഞ്ജിത്ത് R, സതീഷ് R, ജിതിൻ കുമാർ M, വിഷ്ണുമോഹൻ, ജിബു G, വിനീഷ് V, അഞ്ജിത്ത് R, ഷഹീർ OA, ബിജിൻ പോൾ, പ്രിയൻ C, അജിത് NB, രഞ്ജിത്ത് K, സുനുകുമാർ, രഞ്ജിത്ത് R, നവീൻ കുമാർ, വരുൺദാസ്, അനൂപ് U, രാജമോഹൻ KK, വിശാഖ് V, കൃഷ്ണദാസ് C, ബസലേൽ S, ദാസൻ, ഗംഗാദത്തൻ MB എന്നിവരും പരിശീലനാർത്ഥികളുടെ ശാരീരിക ആരോഗ്യവും അച്ചടക്കവും വളർത്തിയെടുക്കുന്നതിനുള്ള വിവിധ പരിശീലനങ്ങൾ ഇൻഡോർ വിഭാഗത്തിലും ഔട്ട്ഡോർ വിഭാഗത്തിലും നൽകിയിട്ടുണ്ട്. ഈ ഗുരുകുലത്തിന്റെ ഗോപുരം കടന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കുടുംബത്തിന്റെ ക്ഷണം ഹൃദയപൂർവ്വം സ്വീകരിച്ച് പ്രൗഢഗംഭീരമായ പാസിംഗ് ഔട്ടിൽ പരേഡെടുക്കുന്ന യുവരക്തങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്മകൾ നേരാനെത്തിയ ബഹുമാന്യ ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തികളെയും സേനാംഗങ്ങളുടെ ബന്ധുമിത്രാദികളെയും വാർത്തകളുടെ സത്യത്തിലേക്ക് തൂലിക ചലിപ്പിക്കുന്ന നേരവയിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുന്ന ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അഭ്യുദയകാംക്ഷികളെയും ഈ ധന്യമുഹൂർത്തത്തിലേക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർമ്മസാക്ഷിയായ ദിനകരന്റെ പൊൻകതിർക്കുലകളാൽ ധന്യമായ ഈ സുദിനം, ഈ ദിനത്തിന് ചാരുത പകർന്നുകൊണ്ട് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സും മൺകുറ്റുകളിൽ തപസ്സരിക്കുന്ന സകലത്തിന്റെ കോട്ടയം തീർത്ത് 1000 വർണ്ണച്ചിറകൾ വിടുത്തി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഉണർവും ഊർജവും ആവേശവുമായി തീവ്ര പരിശീലനത്തോടെ നേടിയ കരുത്തും കഴിവും പ്രകടിപ്പിക്കുവാൻ ഏത് ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിച്ച് തന്റെ ജീവൻ പോലും തൃണവൽഗണിച്ച് തന്റെ നിക്ഷിപ്തമായ കർത്തവ്യം വൈമനസ്യമില്ലാതെ ഏറ്റെടുത്ത് സമാധാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും മുന്നണി പോരാളികളായി 71 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനികൾ ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡിനായി നിങ്ങളുടെ മുന്നിൽ അണിനിരക്കുകയായി. ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ പദജലങ്ങൾക്കായി KP 2ാം ബറ്റാലിയനിലെ സംഗീതജ്ഞന്മാർ മീട്ടുന്ന ഫോണിൻ കോൾ മുഴങ്ങുമ്പോൾ പരിശീലനത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് പരേഡ് സെക്കൻഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ചെങ്ങളായി ദേശത്ത് ഇടവൻ പുതിയ വീട്ടിൽ ശ്രീ ശശികുമാർ PKയുടെയും ശ്രീമതി ബിന്ദു EPയുടെയും മകനുമായ ശ്രീ അനുരാഗസ് പരിശീലനം പൂർത്തിയാക്കിയ 71 ട്രെയിനികളെയും ഈ മൈതാന മധ്യത്തിലേക്ക് ആനയിക്കുന്നു. Left and right way, go, march!
കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നഗരത്തിൽ ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ 2007 ജൂലൈ 4 ബഹുമാനപ്പെട്ട അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അവர்களാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അന്ന് തൊട്ട് കാലത്തോടൊപ്പം നടന്ന് ആധുനിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഭടന്മാരെ വാർത്തെടുക്കുന്ന പഠന കേന്ദ്രമായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി കർമ്മശേഷിയാർന്ന ദ്രോണാചാര്യന്മാരെ നയിക്കപ്പെട്ട് ഇന്ന് വളർച്ചയുടെ ഉന്നത പടവുകളിൽ എത്തി നിൽക്കുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ എല്ലാവിധ നേട്ടങ്ങളെയും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ K. പത്മകുമാർ IPS DGP അവர்களுം, ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ M. നൌഷാദ് അവர்கள், ബഹുമാനപ്പെട്ട ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ശ്രീ അരുൺ അൽഫോൺസ് അവர்கள், കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഡയറക്ടർ റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ MG രാജേഷ് അവരുടെ നേതൃത്വത്തിൽ ജില്ലാ ഫയർ ഓഫീസർമാരായ സർവശ്രീ റെനി ലൂക്കോസ്, ജോഗി AS, ദിലീപ് SL എന്നിവരുടെ മേൽനോട്ടത്തിൽ അക്കാദമിയിലെയും വിവിധ നിലയങ്ങളിലെയും ഓഫീസർമാരും ഇൻസ്ട്രക്ടർമാരും ഇതര ജീവനക്കാർ ഉൾപ്പെടെയുള്ള മറ്റ് വകുപ്പിലെ വിദഗ്ധന്മാരുടെയും നിസ്വാർത്ഥ സേവനവും ജനങ്ങൾക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഉതകുന്ന തരത്തിൽ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ച് സ്വഭാവ രൂപീകരണത്തിലും ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിനായി ശ്വസന സഹായി ഉപയോഗിച്ച് പുക നിറഞ്ഞ അറകളിലും വെള്ളത്തിനടിയിലും സീവേജ് ലൈനുകളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം, റബ്ബർ ഡിങ്കി, ഔട്ട്ബോർഡ് എഞ്ചിൻ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം, ഉയരങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം, ലിഫ്റ്റിലുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തന പരിശീലനം, വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ, ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ, കമ്പ്യൂട്ടർ, വയർലെസ്, നീന്തൽ, ഈ പരിശീലനങ്ങളും സ്കൂബ ഡൈവിംഗ് എന്നിവയിലുള്ള പരിശീലനം തുടങ്ങിയവ ഈ ട്രെയിനികൾക്ക് നേടിക്കൊടുക്കുന്നതിന് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപകരിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഓപ്പൺ ജീപ്പ്, ബാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകി സഹായിക്കുന്ന പോലീസ് വകുപ്പിനെയും ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ പ്രസാദ് അവരുടെ നേതൃത്വത്തിലുള്ള പൈപ്പ് ബാൻഡ് സംഘത്തെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സമയം പാസിംഗ് ഔട്ട് പരേഡിന്റെ സെക്കൻഡ് കമാൻഡർ പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡർ അക്ഷയ് അരവിന്ദിന് കൈമാറുന്നു. ഈ സേനാംഗങ്ങളിൽ നിന്നും പരിശീലനത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്നത മികവ് പുലർത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂർ ദേശത്ത് കാവലക്കാട് വീട്ടിൽ ശ്രീ അരവിന്ദാക്ഷന്റെയും ശ്രീമതി ശാന്ത അരവിന്ദിന്റെയും മകനാണ് ഇന്നത്തെ പരേഡ് കമാൻഡറായ ശ്രീ അക്ഷയ് അരവിന്ദ്. Ready to commence, sir. Proceed. ഇപ്പോൾ പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ അക്ഷയ് അരവിന്ദ് ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരക്കുന്നത് 4 പ്ലട്ടൂണുകളാണ്. ഒന്നാമത്തെ പ്ലട്ടൂണിനെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ കാഞ്ഞിലേരി ദേശത്ത് വൈഷ്ണവം വീട്ടിൽ ശ്രീ രവീന്ദ്രന്റെയും ശ്രീമതി ജയശ്രീ രവീന്ദ്രന്റെയും മകനായ ശ്രീ വിഷ്ണു രവീന്ദ്രൻ നയിക്കുന്നു. രണ്ടാമത്തെ പ്ലട്ടൂണിനെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ കുറ്റ്യാനിക്കാട് ദേശത്ത് കുളത്തിങ്കര വീട്ടിൽ ശ്രീ സുരേന്ദ്രൻ എന്നിന്റെയും ശ്രീമതി ഗീതാകുമാരിയുടെയും മകനായ ശ്രീ രഞ്ജിത്ത് SG നയിക്കുന്നു. മൂന്നാമത്തെ പ്ലട്ടൂണിനെ കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ശക്തികുളങ്ങര ദേശത്ത് കോക്കാട്ട് വീട്ടിൽ ശ്രീ സെൽവരാജിന്റെയും ശ്രീമതി രമാവതിയുടെയും മകനായ ശ്രീ അംജിത്ത് S നയിക്കുന്നു. നാലാമത്തെ പ്ലട്ടൂണിനെ
കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ വൈക്കപ്രയാർ ദേശത്ത് കാർത്തിക വീട്ടിൽ ശ്രീ PG മധുവിൻ്റെയും ശ്രീമതി ജിജി മധുവിൻ്റെയും മകനായ ശ്രീ അമൽ PM നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട റീജിയണൽ ഫയർ ഓഫീസർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ശ്രീ MG രാജേഷ് അവർകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ അഭിമാനമായ അക്കാദമി ഇന്നത്തെ ഈ പാസിംഗ് ഔട്ടിലൂടെ ചരിത്രത്തിന്റെ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള 71 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരാണ് ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിലൂടെ പുറത്തിറങ്ങുന്നത്. ജലാശയങ്ങളിലെ ഓളപ്പരപ്പിനുള്ളിൽ അകപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സ്കൂബ പരിശീലനം, മലയിടുക്കുകളിലും അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തേണ്ട താഴ്വരകളിലും പ്രവർത്തിക്കേണ്ട വിധം പരിശീലിപ്പിക്കുന്ന മൗണ്ടൻ റെസ്ക്യൂ പരിശീലനം, ജലാശയങ്ങളിലെ ശ്വസന സഹായി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, ഇരുട്ടും പുകയും ചൂടും കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരുന്ന ഘട്ടത്തിൽ അഗ്നിസുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ച് ശ്വസന സഹായി ഉപയോഗിച്ചുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ മാർഗങ്ങൾ തുടങ്ങിയവയും സുപ്രധാനമായ നിയമങ്ങൾ, യോഗ സെഷനുകൾ എന്നിവയും ഇവരുടെ പരിശീലനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഫയർ സർവീസസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഫയർ സർവീസസ് ആരംഭിച്ചത്. 1822 കൽക്കട്ടയിലായിരുന്നു അത്. തുടർന്ന് മുംബൈ ഫയർ ബ്രിഗേഡ് 1850-ലും മദ്രാസ് ഫയർ ബ്രിഗേഡ് 1908-ലും ആരംഭിച്ചു. ലണ്ടനിൽ 1866-ലാണ് ഫയർ സർവീസ് ആരംഭിക്കുന്നത്. 1947-ൽ UK-യിലാണ് ആദ്യ ഫയർ സർവീസസ് ആക്ട് ഉണ്ടായത്. അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പരാമർശിക്കുന്നു. 1986-ലാണ് ഇന്ത്യയിൽ ഈ പേര് പ്രാവർത്തികമാക്കിയത്. എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന അഗ്നിശമന വകുപ്പ് 1962 വരെ കേരള പോലീസിന്റെ ഭാഗമായിരുന്നു. 22/1/1963 നടപ്പാക്കിയ കേരള ഫയർഫോഴ്സ് ആക്ട് പ്രകാരം കേരള പോലീസ് എന്ന് വേർപെട്ട് കേരള ഫയർഫോഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനാ വിഭാഗം ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. അഗ്നിശമന പ്രവർത്തനങ്ങൾ കൂടാതെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ പ്രവർത്തന പ്രാധാന്യം കണക്കിലെടുത്ത് 2002-ൽ ഈ സേനാ വിഭാഗത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ശ്രീ അരുൺ അൽഫോൺസ് അവർകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. ത്രാണായ സേവാമഹേ എന്ന ആപ്തവാക്യത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന മഹത്തായ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും തീയിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ വകുപ്പിന്റെ പ്രാഥമികമായ കർത്തവ്യം. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പൂർണ്ണ ചുമതല ഡയറക്ടർ ജനറലിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഡയറക്ടർ ജനറലിനെ സാങ്കേതിക കാര്യങ്ങളിൽ സഹായിക്കുന്നതിന് ഡയറക്ടർ ടെക്നിക്കലും ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിന് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷനുമുണ്ട്. ഭരണപരമായ സൗകര്യത്തിനായി ഈ വകുപ്പിനെ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ സ്ഥലങ്ങളെ ആസ്ഥാനമാക്കി 6 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ഡിവിഷന്റെയും ചുമതല ഓരോ റീജിയണൽ ഫയർ ഓഫീസർമാർക്കാണ്. ഒരു ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളുടെയും ചുമതല വഹിക്കുന്നത് ജില്ലാ
ഫയർ ഓഫീസർമാരാണ്. ഓരോ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെയും ചുമതല സ്റ്റേഷൻ ഓഫീസർമാർക്കാണ്. സ്റ്റേഷൻ ഓഫീസറെ സഹായിക്കുന്നതിനായി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറും കൂടാതെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെക്കാനിക്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നിവരുമുണ്ട്. കഴിഞ്ഞുപോയ നിരവധി വർഷങ്ങളിലൂടെ മരണം മാടി വിളിക്കുന്ന നിരവധി ദുരന്ത മുഖങ്ങളിൽ രക്ഷയുടെ ദൈവദൂതന്മാരായി സ്വന്തം ജീവൻ പോലും ബലി കൊടുത്തുകൊണ്ട് അനവധി മനുഷ്യജീവനുകളെ രക്ഷിക്കുവാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ധീരരായ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർമ്മഭൂമിയിൽ രക്തസാക്ഷിത്വം വഹിച്ച് അഗ്നിശമന രക്ഷാസേനയുടെ യശസ് ഉയർത്തി ആകാശത്ത് നക്ഷത്രങ്ങളായി പ്രകാശം ചൊരിയുന്ന മുൻഗാമികളുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ സേവനത്തിൻ്റെ രാജവീഥികളിലൂടെ ഏറെ ദൂരം ശിരസുയർത്തി പിടിച്ച് മുന്നേറുവാൻ അഗ്നിശമന രക്ഷാസേനയ്ക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഈ പുത്തൻ മുഖങ്ങൾ സേനയുടെ കരുത്ത് വിളിച്ചോതുന്നവയാണ്. വളരെ വിശാലമായ പ്രവർത്തന മേഖലയാണ് ഇവർക്കുള്ളത്. സ്വന്തം കർമ്മോത്സുകയും ആർജവവും അറിവും അതിലുപരി തങ്ങളുടെ ബാധ്യതയും നിമിത്തം ആത്മാർത്ഥമായും ശ്രേഷ്ഠമായും നൂതനമായ പ്രവർത്തന രീതികളിലൂടെ ഇവർ മുന്നേറുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ശ്രീ എം നൌഷാദ് അവர்கள் ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയെയും ചുട്ടുപൊള്ളുന്ന വെയിലിനെയും അവഗണിച്ച് രാപ്പകലെന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ദൃഢവൽക്കരിച്ച് അശ്രാന്തം പരിശ്രമിക്കുന്ന കേരള അഗ്നിശമന രക്ഷാവകുപ്പിനെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഹോം ഗാർഡ്സ് സിവിൽ ഡിഫൻസ് ശ്രീ കെ പത്മകുമാർ IPS DGP അവറുകളാണ്. 1962 നിയമാനുസൃത സ്ഥാപിതമായ കേരള അഗ്നിശമന രക്ഷാസേനയിൽ അന്ന് 15 സ്റ്റേഷനും 492 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സേനയ്ക്ക് കേരളത്തിൽ 129 സ്റ്റേഷനുകളും 4806 സേനാംഗങ്ങളും നിലവിലുണ്ട്. വി സർവ് ടു സേവ് അഥവാ പ്രാണായ സേവാമഹേ എന്ന സേനയുടെ ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന പ്രവർത്തനമാണ് സേന നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 വർഷത്തിൽ സേന അറ്റൻഡ് ചെയ്ത അഗ്നിശമന കോളുകളുടെ എണ്ണം 39,530 കൈകാര്യം ചെയ്ത അപകടങ്ങളുടെ എണ്ണം 22,575 160 മനുഷ്യജീവനുകളെ വിവിധ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2023 വർഷത്തിൽ മാത്രം സംസ്ഥാനത്ത് വിവിധ തീപിടുത്തങ്ങളിലായി 46.88 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സേനയുടെ ഫലപ്രദമായ ഇടപെടൽ മൂലം ആ വർഷം 639.9 കോടി രൂപയുടെ വസ്തുവകൾ സംരക്ഷിക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആധികാരിക രേഖയായ ഓറഞ്ച് ബുക്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഫസ്റ്റ് റെസ്പോണ്ടറായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ പരാമർശിച്ചിരിക്കുന്നു. കൃത്യം 8 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ കെ പത്മകുമാർ IPS DGP അവറുകൾ ഡയസിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് ശ്രീ കെ പത്മകുമാർ IPS DGP അവറുകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നതും തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിക്കുന്നതുമാണ്.
Parade ready for inspection, sir.
ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന അഗ്നിശമന രക്ഷാസേനയിലെ ഒരംഗമെന്ന നിലയിൽ നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും പക്ഷഭേദം സ്വജനപ്രീതി എന്നിവയ്ക്കതീതമായി എൻ്റെ പരമാവധി അറിവും കഴിവും ഉപയോഗിച്ച് നിർവഹിച്ചുകൊള്ളുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ മാതൃക ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. പലരുടെ ഗുണമന്ത്രികൾ മാതൃകകൾ ആദ്യം ശ്രോതാക്കളിൽ തുടർന്ന് കുത്തൈകളിൽ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്. നയനപരമായ മൃദുപ്രധാനങ്ങളുടെ ശ്ലോകാസനം ഇവിടെ തുടക്കമാകുന്നു.
ബ്രേക്ക് കമാൻഡർ ശ്രീ അക്ഷയനും സെക്കൻഡ് കമാൻഡർ ശ്രീ അനുരാജ് സ്മീവുമാണ് ഇപ്പോൾ സ്ഥാപിച്ച് അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ സ്ഥാപിച്ച് ഗോമാസിൽ അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകുന്നത് ശ്രീ വിഷ്ണു വിജയനായിരിക്കുന്ന ഒന്നാമത്തെ പ്ലട്ടൂണാണ്. നയിക്കുന്ന രണ്ടാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ സ്ഥാപിച്ച് അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകുന്നത്. നൽകുന്ന മൂന്നാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ സ്ഥാപിച്ച് ഗോമാസിൽ അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകുന്നത്. നയിക്കുന്ന നാലാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ സ്ഥാപിച്ച് അഭിവാദ്യമർപ്പിച്ച് നയത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നത്.
ശ്രീ വിഷ്ണുവിന്റെ നൽകുന്ന ഒന്നാമത്തെ കത്തോടാണ് ക്രിസ്മസ് മാർച്ച് മനസ്സിലാക്കി അഭിവാദ്യത്തെ കടന്നുപോകുന്നത്. ശ്രീ എസ് ഡി നയിക്കുന്ന രണ്ടാമത്തെ കത്തോടാണ് ഇപ്പോൾ സ്ഥാപിച്ച് അഭിവാദ്യത്തെ കടന്നുപോകുന്നത്. അഭിവാദ്യത്തെ കടന്നുപോകുന്നത് ശ്രീ അംബികസ് നയിക്കുന്ന മൂന്നാമത്തെ കത്തോടാണ്. ഇപ്പോൾ സ്ഥാപിച്ച് അഭിവാദ്യത്തെ കടന്നുപോകുന്നത് ശ്രീ അമർത്തിയെ നയിക്കുന്ന നാലാമത്തെ കത്തോടാണ്. Into line! Parade! Left! Touch! Parade! Open order! March! Parade! On the center! Dash! പരിശീലനം പൂർത്തീകരിച്ച ഈ 71 ട്രെയിനുകൾ ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെ പ്രതീകമായി ഇവിടെ റിവ്യൂ ഓർഡർ മാർച്ച് നടത്തുന്നതും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. General salute! Salute! Parade! Standard disc! ഇപ്പോൾ പരിശീലനത്തോടനുബന്ധിച്ച് വിവിധ മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ സേനാംഗങ്ങൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതി ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ കെ പത്മകുമാർ IPS DGP അവർകളാണ്. Prize winners! Form up! ബെസ്റ്റ് ഇൻഡോർ ശ്രീ രാഗിത് രാജു. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ആദിച്ചനെല്ലൂർ ദേശത്ത് രാഗം വീട്ടിൽ ശ്രീ സി രാജുവിന്റെയും ശ്രീമതി ഗീതാ രാജുവിന്റെയും മകനായ ശ്രീ രാഗിത് രാജു വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു.
ബെസ്റ്റ് ഔട്ട്ഡോർ ശ്രീ വിഷ്ണു രവീന്ദ്രൻ. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ കാഞ്ഞിലേരി ദേശത്ത് വൈഷ്ണവം വീട്ടിൽ ശ്രീ രവീന്ദ്രന്റെയും ശ്രീമതി ജയശ്രീ രവീന്ദ്രന്റെയും മകനായ ശ്രീ വിഷ്ണു രവീന്ദ്രൻ വിശ്വനാഥിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ ശ്രീ അക്ഷയ് അരവിന്ദ്. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂർ ദേശത്ത് കാവൽക്കാട് വീട്ടിൽ ശ്രീ അരവിന്ദാക്ഷൻ കേസിന്റെയും ശ്രീമതി ശാന്ത അരവിന്ദിന്റെയും മകനാണ് ഇന്നത്തെ പരേഡ് കമാൻഡർ കൂടിയായ ശ്രീ അക്ഷയ് അരവിന്ദ്. വിശ്വനാഥിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. Parade! Standard disc! Prize winners! Rejoin your platoons! ഇന്ന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാകുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ സ്വാഗതം അരുളുകയാണ്. വളരെ ചുരുക്കം സമയം മാത്രമേ ഈ പരേഡ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഇലക്ഷൻ്റെ പ്രഖ്യാപനവും അതിനെ തുടർന്ന് വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടവും കൊണ്ട് ഇത് എപ്പോൾ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് വളരെ കുറവുള്ള സമയത്താണ് നിങ്ങളെ ഈ പരേഡ് ഇന്ന ദിവസം നടക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ വളരെ ചുരുക്കം സമയത്തും ഇത്രയും മനോഹരമായൊരു പരേഡ് ഇവിടെ 2 സീനിയർ പോലീസ് ഓഫീസേഴ്സൊക്കെ പ്രസൻ്റാണ്. അവരൊക്കെ കയ്യടിയോടെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെപ്പറ്റിയുള്ള അഭിമാനം വളരെയധികം വാനോളം ഉയർന്നു വേണമെങ്കിൽ പറയാം. മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളും അമ്മമാരും സഹോദരിമാരും സഹധർമ്മികളും എല്ലാം ഓരോ മാർച്ച് പാസ്റ്റിൻ്റെ നിങ്ങളുടെ മാർച്ചിനും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ എത്രത്തോളം ഈ പരേഡ് നിങ്ങൾക്കെല്ലാം പ്രധാനമാണ് എന്നെനിക്ക് ബോധ്യമായി. നിങ്ങൾ വരുന്നത് വളരെ ദുഷ്കരമായ ഒരു ജോലിയിലേക്കാണ്. ഇറ്റ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇപ്പോൾ വെറും ഒരു ഫയർ ഫോഴ്സ് മാത്രമല്ല. 1962 രൂപീകൃതമായ ഫോഴ്സ് കാലക്രമേണ പ്രത്യേകിച്ച് കോവിഡ് അതുപോലെ നമ്മുടെ മഹാമാരി ഇതിനെല്ലാം ശേഷം ദേശീയ തലത്തിൽ തന്നെ റെസ്ക്യൂ സർവീസിൻ്റെ നോഡൽ ഏജൻസിയായിട്ട് ഓരോ സംസ്ഥാനത്തെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി എല്ലാ കാര്യങ്ങളിലും എല്ലാ ദുരന്തമുഖങ്ങളിലും ആദ്യത്തെ സാന്നിധ്യം ഫസ്റ്റ് റെസ്പോണ്ടർ, ചിലപ്പോൾ പോലീസിനൊപ്പമോ അതിനു മുമ്പോ നമ്മളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് സഹായം എത്തിക്കുക. അത് മനുഷ്യനിർമ്മിത ദുരന്തമായിരിക്കാം, പ്രകൃതി ദുരന്തമായിരിക്കാം, വാഹനാപകടങ്ങളായിരിക്കാം, മറ്റേതെങ്കിലും രീതിയിലുള്ള തീപിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളും ആയിരിക്കാം. അവിടെ എത്തുന്ന നിങ്ങൾ ഓരോരുത്തരും രക്ഷിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവനാണ്. അവിടെ എത്തുമ്പോൾ ഇത് എൻ്റെ ഡ്യൂട്ടിയല്ല, ഇത് മറ്റൊരാളുടെ ഡ്യൂട്ടിയെന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവരുടെയും മുമ്പിൽ മനുഷ്യ ജീവനാണുള്ളത്. ആ ജീവൻ രക്ഷിക്കുക എന്ന പരമപ്രധാനമായ കർത്തവ്യം ഇത് തന്നെയാണ് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ചെയ്യുന്നത്. അത് നിങ്ങളിൽ അർപ്പിതമാണ്. അത് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് നിങ്ങൾ ഈ സമയത്ത് ആലോചിക്കണം. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഈ വെയിലത്തും ഈ ഇത്രയും ഉയർന്ന താപനിലയിലും നിങ്ങൾക്ക് ഈ കഠിനമായ ട്രെയിനിങ് നൽകിയത്. ഈ ട്രെയിനിങ് നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായി ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുകയാണ് ട്രെയിനിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം. തീർച്ചയായിട്ടും ഞാനിവിടെ 2 മാസം മുമ്പ് ഇവിടെ വന്ന് ട്രെയിനീസായിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ
തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഒരു അസസ്മെൻറ്റ് ചോദിച്ചപ്പോൾ നല്ലതും ചീത്ത എല്ലാം പറയാൻ പറഞ്ഞു അവരോട്. അയാൾ എന്നോട് പറഞ്ഞത്, സാർ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പാറശാലയിലോ നെയ്യാറ്റിൻകരയോ ഒന്നൊറ്റ വരുന്ന ആളാണ്, പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ വീട്ടിന് പുറത്തിറങ്ങാതെ വീട്ടുകാരുമായിട്ട് മാത്രം ഇൻറ്ററാക്ട് ചെയ്ത് വളരെ അന്തർമുഖനായൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ട്രെയിനിങ്ങിന് ശേഷം എനിക്കൊരു ക്രൗഡിൻ്റെ മുമ്പിൽ നിൽക്കാനും ഒരു അപകട സ്ഥലത്ത് ചെല്ലാനും ആളുകളെ ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു മാനസിക ശാരീരിക കരുത്ത് കിട്ടി എന്ന് തുറന്നു പറഞ്ഞപ്പോൾ ഇതാണ് ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം, ട്രെയിനിങ് വളരെ സഫലമായി എന്ന് ബോധ്യപ്പെട്ടൊരു നിമിഷം കൂടിയായിരുന്നു ഇത്. ഈ പരേഡ് മനോഹരമാക്കിയ ഇവിടുത്തെ ട്രെയിനേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി തെളിയിക്കേണ്ട സമയം. ഇനിയാണ് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണ് ഈ ട്രെയിനിങ്ങിന് ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളും എല്ലാം നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. കാരണം ജനങ്ങളുടെ രക്ഷകരായിട്ട് പ്രവർത്തിക്കുക പല ഡിപ്പാർട്ട്മെൻറ്റ്സും പല രീതിയിലത് ചെയ്യുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അതിൻ്റെ രീതിയിൽ ചെയ്യുക. റെസ്ക്യൂ നമ്മുടെ ഇപ്പോഴത്തെ ജോബ് പ്രൊഫൈലിൻ്റെ ജോലിയുടെ പ്രധാന ഭാഗമാണ്. ഇപ്പോൾ കേരളത്തിൽ വേനൽക്കാലമാണ്, കുട്ടികൾക്കൊക്കെ അവധിയുള്ള സമയമാണ്. മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട് മുങ്ങി മരണങ്ങളുടെ കഥകൾ. കൊച്ചുകുട്ടികൾ കളിക്കാനായി വെള്ളത്തിൽ പോകുന്നു, മുങ്ങി മരിക്കുന്നു. അവിടെ രക്ഷിക്കാനൊക്കെ നമ്മൾ എത്തുന്നത് നമ്മളാണ്. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് അടുത്ത കാലത്തായിട്ട് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂബ ഡൈവിങ് എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൽ മുങ്ങി തപ്പാനുള്ളതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കാണും, ഇപ്പോൾ അമേരിക്കയിൽ ബോൾട്ടിമോർ സിറ്റിയിൽ ഒരു പാലം കപ്പലിടിച്ച് ഇടിഞ്ഞു വീണ സമയം വായിച്ചു. അവിടെ ആദ്യം എത്തിയത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരാണ് ഈ അവിടുത്തെ റിവറിൽ സെർച്ച് നടത്തിയതും മുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. നേവിയോ മറ്റ് ഓർഗനൈസേഷൻസും അല്ല. അതുപോലെ ഒരു ഉത്തരവാദിത്തമാണ് ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ലോകം മുഴുവനുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആ കടമ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള കടമ നിറവേറ്റാൻ അത് രാത്രിയോ പകലോ എന്നില്ലാതെ, ചിലപ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങളോളം ഉറങ്ങാൻ കഴിയില്ല, ഭക്ഷണ സമയത്ത് കിട്ടിയെന്ന് പറയില്ല. ഈ അടുത്ത കാലത്ത് എറണാകുളത്തുണ്ടായ ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഒരു സിറ്റിയെ മുഴുവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ച, വിഷപ്പുകയിൽ നിന്ന് രക്ഷിച്ച് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ജീവനക്കാരാണ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സാണ് എന്നുള്ള അഭിമാനപൂർവ്വം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അന്ന് നമ്മുടെ 2-3 ജീവനക്കാർക്ക് ചതുപ്പിൽ മുങ്ങിപ്പോയി, കഴുത്തുവരെ മുങ്ങിപ്പോയിട്ടാണ് ഒരാൾ മുങ്ങിപ്പോയ വിവരം പോലും നമ്മൾ അറിഞ്ഞത്. അത്രത്തോളം ത്യാഗം സഹിച്ചാണ് നമ്മുടെ ജീവനക്കാരവിടെ ജോലി ചെയ്തത്. അത്തരത്തിലൊരു മാനസികാവസ്ഥ ആ ജീവനക്കാരെ ഞാൻ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന് അതിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ മാത്രമല്ല, വളരെയധികം അഭിമാനമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു മനോഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. വളരെ സന്തോഷകരമായും നിങ്ങളുടെ സർവീസിൽ വളരെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന, ജനങ്ങൾ നിങ്ങളെ കൃതജ്ഞതയോടെ ഓർക്കുന്ന ഒരു സർവീസ് കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇവിടെ നിങ്ങളുടെ പ്രകടനം കാണാനും നിങ്ങൾക്ക് മെഡലുകൾ കിട്ടുന്നതും ഒക്കെ കാണാനായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവരെല്ലാം നിങ്ങളോടൊപ്പം ഈ സെറിമോണിയൽ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാനും നിങ്ങളോട് സംവദിക്കാനും വന്നിരിക്കുന്നതാണ്. കൊച്ചുകുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെയുള്ള സമയം ഞാൻ അപഹരിക്കുന്നില്ല. വളരെ ശോഭനമായ ഒരു ഭാവി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് നിങ്ങൾക്കുണ്ടാകും. ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരുപാട് പുതിയ സാധന സാമഗ്രി, മോഡേൺ ടെക്നോളജിയുള്ള, ഒരുപാട് ടെക്നോളജിക്കൽ ഓറിയൻറ്റഡ് വകുപ്പാണ് നമ്മുടെ വകുപ്പ്. മോഡേൺ ടെക്നോളജി മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന റെസ്ക്യൂ സർവീസസ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താനും ഉള്ള ട്രെയിനിങ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തി സമൂഹ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മനോഹരമായൊരു പരേഡ് ഇവിടെ സംഘടിപ്പിച്ച അക്കാഡമി ഡയറക്ടർക്കും ഇവിടുത്തെ ഓഫീസേഴ്സിനും അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇത്രയും ചൂടത്തും ഇവിടെ എത്തിച്ചേർന്നിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കൊരു ശോഭനമായ ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. ഇവിടെ ഈ പാസിംഗ് ഔട്ട് പരേഡ് ശുഭ പര്യവസാനത്തിലേക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഇവർ യാത്ര പറയട്ടെ. Kindly give permission to peel off the parade, sir.
Tracy, take charge. Parade! Class order, march! പരേഡിന്റെ ജീവസുറ്റതും സർവോപരി ഹൃദയസ്പർശിയുമായ ഒരു ചടങ്ങാണ് ഇനി നടക്കുന്നത്. ഈ ആർദ്ര നിമിഷങ്ങൾ അനർത്ഥമാക്കാൻ നമുക്ക് ഇപ്പോൾ പിരിയാം, പിന്നീട് ഒത്തുചേരാം. ഒരു ജന്മകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ അനവധി മുഹൂർത്തങ്ങൾ നെഞ്ചിലേറ്റി ഇവർ വിടവാങ്ങുന്നു. Parade will be low from the center. In succession in threes. In slow, tight.